The soul of Jesus was heavily tormented by the devil and all the spirits under the earth. വണ്ടർഫുൾ ജീസസ്. അതായത് യേശു കർത്താവിൻ്റെ മരണത്തിന് ശേഷം നമ്മൾ വിചാരിച്ചു യേശു കർത്താവ് കാൽവരി കുരിശിൽ കൊടുത്ത ആ ഒരു വിലയാണ് ഏറ്റവും വലിയ പീഡനമെന്ന്. നോ. വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദുരുപദേശകനെ കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മറഞ്ഞു കിടക്കുന്ന ചില മേഖലകൾ നിങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശവുമായിട്ടാണ് ഇന്ന് ഈ ഒരു കുറച്ച് സമയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. പ്രിയമുള്ളവർ, ഇദ്ദേഹത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ഏകദേശം ഒരു 2 വർഷം മുൻപാണ്. 2 വർഷം മുൻപ് ഞാൻ കേൾക്കുമ്പോഴും കാര്യമായിട്ടുള്ളതൊന്നുമില്ല. അദ്ദേഹം ഒരു സൂം പ്രെയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു. സന്തോഷം, പുതിയൊരാൾ കർത്താവിലേക്ക് വരുന്നല്ലോ, സുവിശേഷ വേലയിലേക്ക് കയറുന്നല്ലോ എന്ന് വിചാരിച്ചു. പിന്നീട് ഒത്തിരി ആളുകൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. ജീസസ് മിഷൻ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം ക്ലാസ് എടുക്കുന്നത്, മാത്രമല്ല ഷിബു ബ്രദറിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് പോലുമാണ് എന്ന രീതിയിലൊക്കെ പല ആളുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊന്നും ഞങ്ങൾ കേട്ടിരുന്നില്ല. പക്ഷേ ആദ്യമായി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് കേൾക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതിനു മുൻപ് ഒരു വ്യക്തി വന്ന് ഞങ്ങളുടെ ധ്യാനം അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, പിശാചിന് ആയുധങ്ങളില്ല, ഇനി ഒരു ആയുധങ്ങളും അവൻ്റെ ഇല്ല, എല്ലാ ആയുധങ്ങളും യേശു കാൽവരിയിൽ നിരായുധമാക്കി എന്ന് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ പ്രിയപ്പെട്ട ഷിബു ബ്രദർ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം ഈ പറഞ്ഞ ജിയോ നസ്രത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോളോവർ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫോളോ ചെയ്ത് ഇദ്ദേഹം പഠിപ്പിക്കുന്ന പഠിപ്പിക്കൽ കേട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് പിശാച് ക്രൂശിനെ പരാജയപ്പെടുത്തി വീണ്ടും ആയുധങ്ങൾ അവൻ ഉണ്ടാക്കി എന്ന പഠനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഒത്തിരി സമയമെടുത്തു. പക്ഷെ അന്നാണ് ഞാൻ ഇതിൻ്റെ യഥാർത്ഥ അപകടം മനസ്സിലാക്കുന്നത്. അനേക വ്യക്തികൾ ഇത്തരം ചതിക്കുഴികളിൽ പെട്ട് വീണു പോകുന്നല്ലോ എന്ന് മനസ്സിലാക്കി. യഥാർത്ഥ ഒരു ഇടയനാണെങ്കിൽ തൻ്റെ ആടുകൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ തൻ്റെ ആടുകൾ വഴിതെറ്റിപ്പോകുമ്പോൾ, ദൈവവചനത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിളിൽ നിന്നും വഴിതെറ്റിപ്പോകുമ്പോൾ ശക്തമായി അതിനെതിരെ ശബ്ദമുയർത്തും. ഒരിക്കലും ഒരു വ്യക്തിയുടെ വളർച്ച കണ്ടിട്ടോ അദ്ദേഹം നന്നായി മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടോ അല്ല, പകരം വിശ്വാസികൾ വഴിതെറ്റിപ്പോകുന്നത് കാണുമ്പോൾ, ദൈവവചനത്തിൽ നിന്നും അകന്നു പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം ബൈജു ബ്രദർ ഇദ്ദേഹത്തിനെതിരെ കൃത്യമായി വചനാടിസ്ഥാനത്തിൽ ഒരു ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റുകൾ ഞങ്ങളിങ്ങനെ വായിച്ചു. ഇദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള കുറേ കമൻറ്റ്, അതൊരു ഭീഷണിയുടെ കമൻറ്റാണ്. അതായത് ഇദ്ദേഹം ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിലാണ്, നിങ്ങൾ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചില കമൻറ്റുകൾ വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒട്ടനവധി സാധാരണക്കാരായ വിശ്വാസികൾ അറിയാതെ ഒന്നും മനസ്സിലാക്കാതെ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. വീണ്ടും ഒരു കമൻറ്റ് അതിനകത്ത് ഞാൻ വായിച്ചത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ പരസ്പരം ഭിന്നിച്ച് പല ഡിനോമിനേഷനിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയരുത്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ഒരിക്കലും വേറൊരു സുവിശേഷകനെയോ ദൈവാത്മാവിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു സുവിശേഷകനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ല. ഇനി പഠിപ്പിക്കലുകൾക്കെതിരെ തിരിയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ജീസസ് മിഷനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം എന്ത് പഠിപ്പിച്ചാലും ഞങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ വിശ്വാസികൾ അകന്നു പോകുന്ന, ക്രിസ്തുവിൽ നിന്നും അകറ്റിക്കളയുന്ന, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ നിന്നും അകറ്റിക്കളയുന്ന പാഷണ്ഡതകൾക്കെതിരെ ശബ്ദം ഉയർത്തണം എന്നുള്ളത് അത് ദൈവത്തിൻ്റെയും അപ്പസ്തോലന്മാരുടെയും യേശുവിൻ്റെയും എല്ലാവരുടെയും പഠിപ്പിക്കലും അവരുടെ ഫോളോ അപ്പും അത് തന്നെയായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അതിൻ്റെ പാതാളത്തിൽ കൊണ്ടുപോയി സാത്താനും അവൻ്റെ സകല ദൂതന്മാരും പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ മുഴുവൻ കണ്ടു. ഏകദേശം 2 മണിക്കൂറുള്ള വീഡിയോ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും ആകുമ്പോഴാണ് ഈ ഒരു ദുരുപദേശം പറയുന്നത്. അതിനു മുൻപ് ഒത്തിരി ഒരു നോർമൽ ഉപദേശങ്ങൾ അല്ലെങ്കിൽ സാധാരണ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പഠിപ്പിച്ചു വെച്ചിട്ട് അതിൻ്റെ അവസാനം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റുമായി കഴിയുമ്പോൾ ഇത്തരം ഒരു പഠിപ്പിക്കൽ, ഒരു പാഷണ്ഡത അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് ഒന്നുമല്ല, അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അതായത് യേശു കർത്താവിൻ്റെ മരണത്തിന് ശേഷം നമ്മൾ വിചാരിച്ചു യേശു കർത്താവ് കാൽവരി കുരിശിൽ കൊടുത്ത ആ ഒരു വിലയാണ് ഏറ്റവും വലിയ പീഡനമെന്ന്. നോ. അതായത് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കൊടുത്തതാണ് ഏറ്റവും വലിയ വിലയെന്ന് അദ്ദേഹം അതിനുശേഷം പറയുന്നുണ്ട്. നോ. അതായത് ആ ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ നോ പറയുമ്പോൾ തന്നെ. കാരണം അവിടെ യേശുവിൻ്റെ കാൽവരി ക്രൂശിനെ എന്ത് ചെയ്യുക, അടിച്ചു താത്താൻ ശ്രമിക്കുക. സാത്താൻ ഇതുവരെ സാധിക്കാത്തത്, കഴിഞ്ഞ 2000 വർഷമായി അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു തലത്തിലും സാധിക്കാത്തത്, ഇത്തരം ചില വ്യക്തികളിലൂടെ യേശുവിൻ്റെ കാൽവരി ക്രൂശിനെ അടിച്ചു താത്തുന്ന ചില പ്രബോധനങ്ങളാണ് ഇന്ന് ഇക്കാലത്ത് നമ്മുടെ ഇടയിൽ കൊണ്ടുവരുന്നത്. ഞാൻ ഒരു 10 വർഷം മുൻപ് ഞങ്ങൾ ആദ്യമായിട്ട് എംബറർ
കൂടാര ടീമുകളുടെ ഒരു ക്ലാസ് ഞങ്ങൾ ഇതുപോലെ തന്നെ കേൾക്കാനിടയായി. അത് പഠിക്കാൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവരുടെ CD ഞങ്ങൾ വാങ്ങി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറുള്ള ക്ലാസ് മുഴുവൻ കേട്ടിട്ട് ഞങ്ങൾക്ക് ഒരു ഫോൾസ് ടീച്ചിങ് പോലും ഞങ്ങൾക്ക് അതിൽ നിന്ന് പിടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളത് രണ്ടാമതും മൂന്നാമതും അതേ വീഡിയോ തന്നെ കേട്ടപ്പോഴാണ് അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലായത്. ആദ്യത്തെ 1 മണിക്കൂറിൽ ഏകദേശം ഒരു 40 മിനിറ്റോടത്തോളം പഠിപ്പിക്കുന്നത് മുഴുവൻ കറക്റ്റ് കാര്യങ്ങളായിരിക്കും. അതിനുശേഷം നമ്മളെ മൈൻഡ് ഒന്ന് സൈലൻ്റ് ആയി അല്ലെങ്കിൽ മൈൻഡ് ഔട്ടായി നിൽക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ ഇവൻ ഈ ദുരുപദേശം കൊണ്ടുവന്നിടും. ഇങ്ങനെ ഇടുമ്പോൾ ഉള്ളൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ബോധ മനസ്സ് അവബോധ മനസ്സൊക്കെ ഇതൊക്കെ റീഡ് ചെയ്യുന്നുണ്ട്. ഈ റീഡിങ്ങിൻ്റെ പിന്നാലെ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ചിന്തകളെ പിന്നീട് ഇവർ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നമ്മളത് ഹാഫ് മൈൻഡിലാണ് അത് കേട്ടതെങ്കിലും ആ ഹാഫ് മൈൻഡിനെ എന്ത് ചെയ്യും, പിന്നീട് സ്പിരിറ്റ് എടുത്ത് ഉപയോഗിക്കുന്ന തലത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരം പഠനങ്ങൾ കൊണ്ടുവരുന്നത്. ഇദ്ദേഹവും അതിൻ്റെ മറ്റൊരു വെർഷനാണ്. അതായത് എംപറർ കൾട്ട് പ്രസ്ഥാനം എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതിൻ്റെ അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ട്, അതായത് സ്പിരിറ്റ് പെർഫെക്റ്റ്ലി ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് ഇദ്ദേഹത്തെ ഈ ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് നിന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ ഇദ്ദേഹത്തിന് കൂടിയുള്ളൊരു മുന്നറിയിപ്പാണ്. ഈ വീഡിയോ ഇദ്ദേഹം കാണുകയാണെങ്കിൽ ഒന്ന് റിപ്പണ്ട് ചെയ്ത് ഇനിയെങ്കിലും ക്രിസ്തുവിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണ് ഒരുവന് കിട്ടിയ വെളിപ്പാട് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഒന്ന് ശ്രമിക്കാം. ഇപ്പോൾ 2023 ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് ചില ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകാനിടയായി. അപ്പം നരകത്തെക്കുറിച്ച് യേശു കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനിടയായി. നമുക്കറിയാം, ഒരു ദൈവദാസനെ എന്തെങ്കിലും, ഇത് ഇദ്ദേഹത്തിൻ്റെ ആത്മീയ അനുഭവമാണെന്ന് ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു. 2023 ഓഗസ്റ്റിലാണ് ഇദ്ദേഹത്തിന് ഇത് ലഭിച്ചതെന്നും പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ ഈ വിഷയം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ദ ക്വീൻ ഓഫ് ഹെൽ, നരകത്തിന് ഒരു രാജ്ഞിയുണ്ട്. സോ ആ ഒരു ഫോളൻ ഏഞ്ചൽ എൻ്റെ മുൻപിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ സ്പിരിറ്റിനെ വാൺ ചെയ്തു, ഈ ഒരു നരകത്തെക്കുറിച്ച് നീ പഠിപ്പിക്കുകയോ നരകത്തെക്കുറിച്ചുള്ള റെവലേഷനുകൾ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം ഇദ്ദേഹത്തിന് ആരാണ് ഇത് വെളിപ്പെടുത്തിയത്, അതായത് ഇത്തരം ക്ലാസ്സുകൾ ആരാണ് വെളിപ്പെടുത്തിയതെന്ന് സ്വന്തം വാക്കുകളിൽ തന്നെ പറയുകയാണ്. ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നതിന് മുൻപ് തലേ ദിവസം ഇത് പ്രിപ്പയർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദ ക്യൂൻ ഓഫ് ഹെൽ, ഒരു ഫോളൻ ഏഞ്ചൽ, അതായത് നരകത്തിൻ്റെ രാജ്ഞി എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ മാനിഫെസ്റ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണേ, ഇദ്ദേഹത്തിൻ്റെ പല വെളിപ്പാടുകളും, ഇദ്ദേഹത്തിന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പലതും ഇതുപോലെയുള്ള ഫാളൻ ഏഞ്ചലാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിലെയും ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഫൗണ്ടേഷനെ കുറിച്ച്, അതായത് സുവിശേഷം, ഒരുവന് ഉണ്ടാകുന്ന വെളിപ്പാടുകൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അപ്പം ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ചില ഫൗണ്ടേഷൻസ് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമുക്കറിയാം, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. അതായത് ദൈവവചനമായിരിക്കണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതാണ് ഫസ്റ്റ് ഫൗണ്ടേഷനായി ഇദ്ദേഹം പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫൗണ്ടേഷൻ ശ്രദ്ധിക്കാം. പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യം പുതിയ നിയമ ലേഖനങ്ങളിലോ യേശു കർത്താവ് മുഖാന്തരമോ കൺഫേം ചെയ്തതോ അപ്രൂവ് ചെയ്തതോ സ്ഥാപിക്കപ്പെട്ടതോ ആയിരിക്കണം. അതായത് പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാരോ യേശുവോ കൺഫേം ചെയ്ത് അത് എഴുതിയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടതായിരിക്കണം ഒരു വെളിപ്പാട്. അങ്ങനെയുള്ള ഒരു വെളിപ്പാട് മാത്രമേ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ സ്വീകരിച്ചാൽ മതി എന്ന് ഇദ്ദേഹം തന്നെ പറയുന്ന ഫൗണ്ടേഷൻ നമ്പർ 2. എല്ലാ ആത്മീയ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പഠിപ്പീരുകളും കേൾക്കുന്ന വ്യക്തിയെ യേശു എന്ന ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. അതായത് ആത്മീയ അനുഭവങ്ങൾ, ഇത്തരം വെളിപ്പാടുകൾ, ഇത്തരം പഠിപ്പിക്കലുകൾ, ഡോക്ട്രിൻസുകൾ, ഇതെന്ത് ചെയ്യണം, യേശുവിലേക്ക് അടുപ്പിക്കണം. യേശുവിലേക്ക് അടുപ്പിക്കുന്നതാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഗുഡ്, ഇത് ക്രിസ്തുവിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്, നമുക്ക് വിശ്വസിക്കാം. ഇത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. ആ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. 1 വചനമായിരിക്കണം, 2 അപ്പസ്തോലന്മാരോ യേശു കർത്താവോ പഠിപ്പിച്ചതായിരിക്കണം, എഴുതിയിട്ടുള്ള ദൈവത്തിൻ്റെ വചനമായിരിക്കണം. അടുത്ത കാര്യം പറയുന്നു, യേശുവിലേക്കായിരിക്കണം. അതായത് ഇത് കേൾക്കുമ്പോൾ ക്രിസ്തുവിനെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കണം. ഇദ്ദേഹം ആദ്യം പറഞ്ഞൊരു ടീച്ചിങ് നിങ്ങൾ ശ്രദ്ധിച്ചോ. യേശുവിനെ എവിടെ കൊണ്ടുപോയി, പാതാളത്തിൽ കൊണ്ടുപോയി പിശാചും അവൻ്റെ സകല ദൂതന്മാരും ടോർമെന്റ് ചെയ്തു, അവനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ യേശുവാണോ മഹത്വപ്പെടുന്നത്, അത് പിശാചാണോ മഹത്വപ്പെടുന്നത്? അതായത് ദൈവം തന്നെയായ ക്രിസ്തു തന്നെ ശൂന്യനാക്കി ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിൽ മനുഷ്യരിൽ നിന്നും പീഡകൾ സഹിച്ച് കാൽവരി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ആത്മാവിനെ പാതാളത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ
മഹത്വം അല്ലെങ്കിൽ ഗ്ലോറി വരുന്നത് ആർക്കാണ്? ക്രിസ്തുവിനാണോ? അതെയോ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന പിശാചിനും അവന്റെ ഫോളൻ ഏഞ്ചലുകൾക്കുമാണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പഠിപ്പിക്കൽ കേൾക്കുന്ന വ്യക്തി പോകുന്നത് ക്രിസ്തുവിലേക്കല്ല, മറ്റെന്തിലേക്കോ ആണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പസ്തോലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ ഉറപ്പിക്കുന്നതും അതിൽ നിന്ന് വ്യതിചലിക്കാത്തതുമായിരിക്കണം എല്ലാ സാക്ഷ്യങ്ങളും ടീച്ചിങ്ങുകളും. അതായത് ദൈവത്തിനൊരു സ്വഭാവമുണ്ട്. അത് അപ്പസ്തോലന്മാരും പഴയ നിയമ പ്രവാചകന്മാരും ക്രിസ്തുവും ദൈവവചനത്തിലൂടെയൊക്കെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തിയ ഒരു സ്വഭാവമുണ്ട്. ഒരിക്കലും മാറ്റപ്പെടാൻ കഴിയാത്തത്, മാറ്റമില്ലാത്ത ഒരു സ്വഭാവ സവിശേഷത ദൈവത്തിനുണ്ട്. അപ്പോൾ ഒരുവനൊരു വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ വെളിപ്പെടുത്തൽ എന്തിനോട് യോജിക്കണം? അവർ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയ്ക്ക് തുല്യമായിരിക്കണം. അതിൽ നിന്നും ഒരല്പം പോലും താഴോട്ട് പോകരുത്. താഴോട്ട് പോവുകയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇദ്ദേഹം തന്നെയാണ് 4 ഫൗണ്ടേഷൻസ് നമുക്ക് നൽകിയത്. ഈ 4ാമത്തെ ഫൗണ്ടേഷൻ നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ദൈവത്തിൻ്റെ സ്വഭാവത്തെ അപ്പാടെ മാറ്റിമറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ദൈവത്തെ, യേശുവിനെ, അവൻ്റെ ആത്മാവിനെ പാതാളത്തിൽ കൊണ്ടുപോയി ടോർമെന്റ് ചെയ്തു. ആര്? പിശാചും അവൻ്റെ കോടാനുകോടി ദൂതന്മാരും. ഇത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ പൂർണ്ണമായി വ്യതിചലിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവവചനത്തിൽ അതിന് കൃത്യമായ അടിസ്ഥാനങ്ങളുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ പഠിപ്പിച്ച് മുന്നോട്ട് പോയതിനു ശേഷമാണ് ഈ ഒരു കാര്യം ഇദ്ദേഹം പറയുന്നത്, യേശുവിൻ്റെ ആത്മാവിനെ പിശാച് പീഡിപ്പിച്ചു എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ 4 സംഭവങ്ങളും വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാണ് ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ ഒരിക്കലും ദൈവവചനത്തിന് അടിസ്ഥാനമല്ല. ഈ 4 ഫൗണ്ടേഷനെ പൂർണ്ണമായി എതിർക്കുന്നതാണ്. ഇതേ ക്ലാസ്സിൽ തന്നെ ഈ 4 ഫൗണ്ടേഷനും പറഞ്ഞു. അതിനുശേഷം, അതായത് ആദ്യമെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞ് അതിനുശേഷം കേൾവിക്കാരുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങളിലേക്ക് ഇദ്ദേഹം എത്തുകയാണ്. നമുക്ക് തുടർന്ന് കാണുമ്പോൾ അത് മനസ്സിലാകും. എല്ലാവരും വിശുദ്ധ ബൈബിൾ എടുക്കണം, പരിശോധിക്കണം, പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ച് മാത്രം ഓരോന്ന് സ്വീകരിക്കാം. അതായത് ഞാൻ നിഷ്കളങ്കനാണെന്ന് കാണിക്കാൻ വേണ്ടി എല്ലാവരും ബൈബിൾ എടുക്കണം, പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പരിശോധിച്ച് നോക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കാര്യത്തിന് ബൈബിളിൽ എവിടെയാണ് തെളിവുള്ളത്? യേശുവിൻ്റെ ആത്മാവിനെ പിശാചും അവൻ്റെ ദൂതന്മാരും പാതാളത്തിൽ കൊണ്ടുപോയി ടോർമെന്റ് ചെയ്തു, പീഡിപ്പിച്ചു എന്നുള്ളതിന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സിംഗിൾ തെളിവ്, ഒരൊറ്റ വചനത്തിൻ്റെ തെളിവ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഞാൻ പരിശോധിച്ച വചനത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഈ വീഡിയോ ഞാൻ കണ്ട് അതിൻ്റെ കമൻസ് ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഏകദേശം 34,000 പേര് കണ്ട ഒരു വീഡിയോയിൽ ഒരേ ഒരാൾ മാത്രമാണ് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതിലെവിടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടി മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, ദൈവവചനത്തിൽ എവിടെയാണ് ഇങ്ങനെ ഒരു തെളിവ്? പ്രിയമുള്ളവരെ, ഒരാൾ പോലും ആ ഒരു കമൻറ്റ് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബാക്കി കുറേ ആളുകൾ, ഏകദേശം 150-ലധികം ആളുകൾ ഇതിന് ആമേൻ പറയുന്നു, ഇത് വലിയ പഠിപ്പിക്കലാണ്, വലിയ വെളിപ്പെടുത്തലാണെന്നൊക്കെ പറഞ്ഞ് ഇതിലേക്ക് പിന്നാലെ പോകുന്നു. പ്രിയമുള്ളവരെ, കേരള ജനത തന്നെ വലിയ അപകടത്തിലാക്കുന്ന ചില പഠിപ്പിക്കലാണ് ഇദ്ദേഹത്തിലൂടെ കടന്നു വരുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. നമ്മൾ ദൈവവചനത്തിലൂടെ ഇദ്ദേഹത്തിൻ്റെ മറ്റു പഠിപ്പിക്കലും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുക. പ്രിയമുള്ളവർ, ഇത് ഒന്ന് മറ്റുള്ളവർ സ്വീകരിക്കത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് ഇദ്ദേഹം അതിന് അടുത്തൊരു ഫൗണ്ടേഷൻ ഇടുക. 4 ഫൗണ്ടേഷൻ പറഞ്ഞിട്ട് കേൾവിക്കാരൻ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ തലത്തിൽ അവൻ്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരു കാര്യമാണ് അടുത്തത് അദ്ദേഹം പറയാൻ പോകുന്നത്. There is something called biblical versus extra biblical. നമുക്കൊരു വചനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില പ്രത്യേക കാര്യങ്ങളെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ ബിബ്ലിക്കൽ എന്ന് പറയും. എക്സ്ട്രാ ബിബ്ലിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പ്രത്യേക വചനഭാഗം എടുത്തുകൊണ്ട്, ഒരു വചനം കാണിച്ചുകൊണ്ട് ഒരാശയത്തെ സമർത്ഥിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്കൊരു പാറ്റേണോ എക്സാമ്പിൾസോ ഉദാഹരണങ്ങളോ പാറ്റേണുകളോ കാണിച്ചുകൊണ്ട് അതിനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതായത് ബൈബിളിൽ ഇല്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് നല്ല വ്യക്തമാണ്. മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ കേൾവിക്കാരൻ ചോദിക്കും, എവിടെ ബൈബിളിൽ ഇതിൻ്റെ തെളിവ് എന്ന് ചോദിക്കുമെന്ന് ഇദ്ദേഹത്തിന് അറിയാവുന്നുണ്ട്. ഇദ്ദേഹം പറയാണ് ബിബ്ലിക്കൽ ആൻഡ് എക്സ്ട്രാ ബിബ്ലിക്കൽ, അതായത് ബിബ്ലിക്കൽ വേഴ്സസ് എക്സ്ട്രാ ബിബ്ലിക്കൽ, ഇത് രണ്ടായി ഇദ്ദേഹം തരംതിരിക്കുകയാണ്. അപ്പോൾ ബൈബിളിൽ നിന്നും കൃത്യമായ ഒരു വചനം എടുത്ത് വെച്ചിട്ട് ഒരു ഡോക്ടറിൻ പഠിപ്പിക്കാം, ഇനി ചില പാറ്റേണുകൾ എടുത്ത് വെച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിനൊരു പാറ്റേൺ പോലും യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ള സത്യം. ഇനി വളച്ചൊടിച്ചൊരു പാറ്റേൺ ഇദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് താഴോട്ട് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണേ, ഇദ്ദേഹം പറഞ്ഞ 4 ഫൗണ്ടേഷന് ഒപ്പോസിറ്റ് ആകാൻ പാടില്ല എന്നുള്ളത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ചില ആൾക്കാർ പറയും, ഒന്ന് ആ വചനം ഒന്ന് കാണിച്ചു തന്നെ എന്ന് പറയുമ്പം
അങ്ങനെയല്ല, അത് എക്സ്ട്രാ ബിബ്ലിക്കൽ എന്ന് പറയും. എക്സ്ട്രാ ബിബ്ലിക്കൽ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 4 റൂളുകളെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ചില ആൾക്കാർ പറയും വചനം കാണിച്ചു തരാൻ പറയും, അത് അപ്പോൾ ഇദ്ദേഹം തിരിച്ചു പറയാമോ, അത് വചനം കാണിക്കേണ്ട കാര്യമില്ല, അത് എക്സ്ട്രാ ബിബ്ലിക്കലാണ്. പക്ഷെ അദ്ദേഹം തന്നെ പറയുകയാണെന്നിട്ട് എക്സ്ട്രാ ബിബ്ലിക്കൽ ആണെങ്കിലും അതിനെന്ത് വേണം, ഈ 4 റൂളുകളെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഈ വെളിപ്പാട് എക്സ്ട്രാ ബിബ്ലിക്കൽ ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ പോലും, ഒരു വാദത്തിന് എടുക്കുകയാണെങ്കിൽ പോലും, അത് 4 ഫൗണ്ടേഷൻ ആ പ്രിൻസിപ്പിളുകളെ പൂർണ്ണമായി അതിനെ വയലേറ്റ് ചെയ്തു എന്നുള്ളത് തൊട്ട് മുൻപ് നമ്മൾ കണ്ടതാണ്. അതായത് സെയിൻറ്റ് പോളിന് ലഭിച്ച 3-ാം സ്വർഗം വരെ സെയിൻറ്റ് പോൾ പോയ ഒരു സന്ദർഭം ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം അടുത്തതായി ഇദ്ദേഹം പറയുന്നത്, ഒത്തിരി അപ്പസ്തോലന്മാരെ ലോകം എതിർത്ത് സംസാരിച്ചത് അല്ലെങ്കിൽ പാഷണ്ഡത എന്ന് മുദ്ര കുത്തിയത് ഇതുപോലെ ചില വെളിപ്പാടുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ്. ഇത് ശ്രദ്ധിക്കണേ. അതായത് ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ ഒരിക്കലും ആളുകൾ സ്വീകരിക്കില്ല എന്ന് ഇദ്ദേഹത്തിന് തന്നെ ഉറപ്പാണ്. അല്ലെങ്കിൽ ദൈവവചനം അറിയാവുന്ന ഒരു ചോദ്യം ചെയ്യും. അപ്പോൾ ഈ ചോദ്യത്തിന് ഇദ്ദേഹം എന്ത് ചെയ്യുക, ചില വാതിലുകൾ തീർക്കുക, ചില അടപ്പുകൾ തീർക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ശരിയായ അനേകം അപ്പസ്തോലന്മാരെയും ശരിയായ അനേകം പ്രവാചകന്മാരെയും ഈ ലോകം വ്യാജ പ്രവാചകന്മാരെന്നും വ്യാജ അപ്പസ്തോലന്മാരെന്നും മുദ്ര കുത്തിയതിൻ്റെ ഒരു പ്രൈമറി കാര്യം അവർക്കുണ്ടായ ചില ആത്മീയ അനുഭവങ്ങൾ ദൈവമക്കളുടെ നന്മയ്ക്ക് വേണ്ടി പങ്കുവച്ചതാണ്. ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ മിനിസ്ട്രിയിലൂടെ ക്രൗണിനെ കുറിച്ചും സ്ക്രോളിനെ കുറിച്ചും പിന്നെ മോതിരങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ ദിസ് ഫെലോ ഈസ് ടോക്കിംഗ് സം ഫൂളിഷ് റബിഷ് നോൺസെൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുദ്ര കൂട്ടാറുണ്ട്. അതിന് കാര്യം എന്താണ്? അതായത് ബുദ്ധിയുള്ളവരുണ്ടെന്ന് ഇദ്ദേഹം തന്നെ സമ്മതിക്കുക, ഫൂളിഷ്നെസ് ആണ് ഇദ്ദേഹം പറയുന്നതെന്ന് ചില ആൾക്കാർ മുദ്ര കുത്തും. അത് ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നില്ല. കാരണം എന്താ, ഇദ്ദേഹം പറയുന്ന ഇത്തരം ഫൂളിഷ്നെസ്സുകൾ ദൈവവചനത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും ദൈവവചനം അറിയാവുന്ന ആളുകൾ അത് പറയുമെന്നും അല്ലെങ്കിൽ പറഞ്ഞ് ഇദ്ദേഹം കേൾക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. വീണ്ടും ശ്രദ്ധിക്കണേ, അതായത് ഈ വെളിപ്പാടുകൾ ലോകത്തിന് വെളിപ്പെടുത്താൻ പാടില്ലാത്തതാണെന്ന് സെയിൻറ്റ് പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ തരം വെളിപ്പെടുത്തലുകൾ ഒരിക്കലും ലോകത്തിന് വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ ഇദ്ദേഹം ലൈവായി യൂട്യൂബിലാണ് ഇദ്ദേഹം ഇങ്ങനത്തെ പഠിപ്പിക്കൽ നടത്തുന്നത്. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇദ്ദേഹം തന്നെ പറയുന്നു, ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ പാഷണ്ഡത, അതുകൊണ്ട് ശ്രദ്ധിക്കാം, നമുക്ക് കേൾക്കാം. കാരണം പക്വമില്ലാത്ത അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത മൈൻഡ് കൊണ്ട് സ്പിരിച്വൽ റിയാലിറ്റീസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ശരിക്കും. അപ്പോൾ അത് കൺഫ്യൂഷനും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാക്കുന്നതുകൊണ്ട് കർത്താവ് പറയും, ഇത് ഷെയർ ചെയ്യല്ലേ. അതായത് ഇത് ഷെയർ ചെയ്യല്ലേ എന്ന് ദൈവം തന്നെ ഇവരോട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും അദ്ദേഹം ഷെയർ ചെയ്യാണ്. ശ്രദ്ധിക്കണേ, അതായത് പക്വമില്ലാത്ത ചില ബുദ്ധി വെച്ചിട്ട് ചിന്തിച്ചുകൊണ്ട്, അതായത് ഇതിനെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അവർ പക്വമില്ലാത്തവരാണ് എന്ന് കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചെയ്യുന്നത്. അതിനുശേഷം ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, എല്ലാവർക്കും എല്ലാം ഒന്നും ദൈവം വെളിപ്പെടുത്താറില്ല. ചിലവർക്ക് ചിലതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കും, പക്ഷെ എല്ലാവർക്കും എല്ലാം വെളിപ്പെടുത്താറില്ല. ഇത് ഇദ്ദേഹം പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം പല ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പഠനത്തിനെതിരെ വരുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് ആൾ പറയുന്ന കാര്യം, നിങ്ങൾക്കത് വെളിപ്പെട്ടിട്ടില്ല, എനിക്കത് വെളിപ്പെട്ട് കിട്ടി എന്ന് പറയാൻ വേണ്ടി ഇദ്ദേഹം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. God do not want every spiritual mystery to be known by everyone. എല്ലാവരും എല്ലാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ് എല്ലാവർക്കും മണിമുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കുന്നില്ല. കാരണം അത് ചവിട്ടി തേക്കത്തേ ഉള്ളൂ. ആ ആത്മീയ അറിവിനെയും ആത്മീയ റിയാലിറ്റിയും മുദ്ര കുത്തി അച്ചടിച്ച് വീഡിയോ ഇറക്കി, ഇവൻ എന്നെ ഒരു വാക്യം പാഷണ്ഡത പഠിപ്പിക്കാന്നൊക്കെ പറയുന്ന വീഡിയോകൾ ഇറക്കും. വണ്ടർഫുൾ ജീസസോ. അതുകൊണ്ട് കർത്താവ് പറയും, ഉച്ചരിക്കേണ്ട എന്ന് പറയാനുള്ള കാര്യം അതാണ്. ഞാൻ ആലോചിക്കുന്നത്, ഈ വണ്ടർഫുൾ ജീസസ് എന്ന് അദ്ദേഹം പറയുക, അതായത് യേശുവിന് എത്രത്തോളം അവൻ്റെ ക്രൂശിനെ, അവൻ അനുഭവിച്ച വേദനകളെയൊക്കെ താഴെയാക്കിയിട്ട് ഇദ്ദേഹം വണ്ടർഫുൾ ജീസസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ബർ യേശു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ആ ബർ യേശുവിനെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, വണ്ടർഫുൾ ജീസസ് എന്ന് പറയുന്നത്. അതിന് ആരെങ്കിലുമൊക്കെ ഇവരുടെ ഇത്തരം പഠിപ്പിക്കലുകളെ പാഷണ്ഡത എന്ന് മുദ്ര കുത്തും. സ്വാഭാവികമായും ഇത്തരം പാഷണ്ഡതകൾ 1-ാം നൂറ്റാണ്ട് മുതലുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സത്യസുവിശേഷം അത് മുദ്ര കുത്തുക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു മാറ്റവുമില്ല. കാരണം സത്യസുവിശേഷത്തിനെതിരെ ഇതുവരെ സാത്താൻ പ്രബലപ്പെട്ടിട്ടില്ല, ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ആ ഒരു വേദനയാണ് സാത്താൻ ഇത്തരം വ്യക്തികളിലൂടെ ചെയ്യുന്നത്. ക്രൂശ് പരാജയമാണ്, ക്രൂശിലെ യേശുവിൻ്റെ പീഡ ഒന്നുമല്ല, ഞാൻ പിന്നെയും പാതാളത്തിൽ കൊണ്ടുപോയി അതിലും വലിയ പീഡ നടത്തി എന്ന് പിശാച് ഇത്തരം ആളുകളിലൂടെ പഠിപ്പിക്കും. ശ്രദ്ധിക്കണേ, ഇദ്ദേഹം തന്നെ 4 ഫൗണ്ടേഷൻ ഇട്ടു. ആ 4 ഫൗണ്ടേഷനും വയലേറ്റ് ചെയ്യുമെന്നുള്ളത് വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം 2-3 കാര്യങ്ങൾ, ഇത് എക്സ്ട്രാ ബിബ്ലിക്കലാണ് എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം എടുത്തു. വീണ്ടും സെയിൻറ്റ് പോളിന് ലഭിച്ച
ചില ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ പുറത്ത് പറഞ്ഞതുകൊണ്ടാണ് പല അപ്പസ്തോലന്മാരും ഫാൾസ് അപ്പസ്തോലന്മാരെന്നും അല്ലെങ്കിൽ ഫാൾസ് ടീച്ചേഴ്സ് എന്നും പാഷണ്ഡത പഠിപ്പിക്കുന്നവരെന്നും വിളിക്കപ്പെടുന്നത് എന്നൊരു മുൻകൂർ ജാമ്യവും എടുത്തിട്ടാണ് ഇദ്ദേഹം എന്ത് പറയുന്നത്, യേശു ക്രിസ്തുവിനെ പാതാളത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണേ, തൊട്ടടുത്ത വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇദ്ദേഹം പറഞ്ഞ യേശുവിനെ പാതാളത്തിൽ കൊണ്ടുപോയി പിശാച് പീഡിപ്പിച്ചുവോ, യേശു അങ്ങനെ പിശാചിന് അടിമപ്പെട്ടുവോ, പാതാളത്തിൽ അവനെ ടോർമെന്റ് ചെയ്തുവോ എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായി നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി തൊട്ടടുത്ത വീഡിയോ നിങ്ങൾ കാണുക. ആ ഒരു രണ്ടാമത്തെ പാർട്ട്, ആ ഒരൊറ്റ വിഷയം നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ചില കൗതുകകരമായ ചില തള്ളലുകൾ, താൻ ആരാണ്, തനിക്ക് ലഭിച്ചിരിക്കുന്ന കിരീടം എന്താണ്, എന്തൊക്കെയാണ്, തൻ്റെ പൊസിഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ ചില തള്ള് സംഭവങ്ങൾ, നിങ്ങളെ ചിരിപ്പിക്കുന്ന തരത്തിൽ ചില വ്യക്തമായ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുൻപിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തൊട്ടടുത്ത വീഡിയോ നിങ്ങൾ കാണുക, കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.